ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താഴ്ചയാണ്? ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിതേ വിളക്കൊളുത്താൻ പോവുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കണം. ഇന്ന് പാലപ്പും ഇഷ്ടമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇന്നലെ ഒന്നും മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നിപ്പോൾ മഴക്കാറുണ്ട് കേട്ടോ, എന്താവും അറിയില്ല. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളക്ക് കൊളുത്തിയിട്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും ഇഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ മുന്നേ കലക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തിയതിന് ശേഷം പാലപ്പം മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൽ നാളികേരപ്പാലും വേണ്ട, പൊൻകതിരിൻ്റെ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അതെന്താ വെച്ചാൽ നമ്മുടെ പാക്കറ്റിൽ വെള്ളം ഒഴിക്കുക, ഉപ്പ്, പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. പന്നിച്ചേച്ചി എൻ്റെ പറമ്പിൽ കുറച്ചും കൂടി വൃത്തിയാക്കാനുണ്ടായിരുന്നു. ഒരു സൈഡ് ഭാഗം മാത്രം അന്ന് വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡൽഹി പോവല്ലേ, ഈ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും നല്ലോണം കാടാവും. അപ്പോൾ വിചാരിച്ചു അന്നിച്ചേച്ചിയോട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാന്ന് കേട്ടോ. അങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഞാനിനി 10-25 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഒരു കോഴ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കൂൾ തുറക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ മാർച്ചിലേക്ക് ഞാൻ പോവാമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അന്ന് എനിക്ക് ആക്സിഡൻ്റൊക്കെ പറ്റിയില്ലേ, പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ മെയ്യിലും നീട്ടി. ഇനിയിപ്പോൾ ഇപ്രാവശ്യം പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ജൂണിൽ പോവുകയാണ്. പിള്ളേർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു തറവാട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ. ഇഷ്ടൂന് വേണ്ടിയിട്ടുള്ള സബോളയും ഇഞ്ചി വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇടില്ല, സബോള, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഇഞ്ചിയും നന്നാക്കിയതിന് ശേഷം അരിഞ്ഞെടുക്കുക കേട്ടോ. 2 പച്ചമുളകും കൂടി കീറിയിട്ടതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ട് 2-3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് അപ്പോഴേക്കും തേങ്ങാപ്പാൽ എടുക്കുക, അരിക്കുക, ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചാൽ നമ്മുടെ ഇഷ്ടം റെഡിയായി. തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം തീരും കേട്ടോ. 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിയും. മിക്കതും നമ്മുടെ വീടുകളിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ഇഡ്ഡലി, പുട്ട്, പിന്നെ വല്ലപ്പോഴും പാലപ്പൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട് അരി അരച്ചിട്ട്. ഇപ്പം ഈ പൊൻകതിരിൻ്റെയും ക്ലാസിക്കിൻ്റെയും ഒക്കെ കിട്ടണ കാരണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അമ്മൂന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ മാസം കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തയക്കാൻ. അപ്പോൾ ഞാൻ പോയിട്ട് ജാതിക്കൊക്കെ വീണത് കുറച്ച് പറക്കി. ഇപ്പം മഴ പെയ്യണ കാരണേ അങ്ങ് കിടക്കാൻ പറ്റില്ല. ഈ ജാതിയുടെ താഴേക്ക് ഒരു കുഞ്ഞു കൊതുകുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ മേലാകെ ചൊറിഞ്ഞ് തടിക്കും. ഞാനങ്ങനെ മഴയില്ലെങ്കിൽ മാത്രമേ പോയി പറക്കാറുള്ളൂ. ജാതിപത്രി എനിക്കങ്ങനെ കിട്ടാറില്ല. അത് വീണ് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഋഷികേശിലിരുന്നിട്ടാണ് കേട്ടോ ഇത് വോയിസ് ഓവർ കൊടുക്കണത്. ഞാൻ നിങ്ങളുടെ അവിടെ നിന്നൊക്കെ ഭയങ്കര ദൂരെയാണ്. ഋഷികേശിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണത്. അങ്ങനെ ഞാൻ നമ്മുടെ റംബൂട്ടാൻ വിത്ത് മുളപ്പിച്ചിട്ട് തയ്യായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവണമെന്നില്ല. ഇപ്പോൾ ഈ 3 കൊല്ലമായി നമ്മളിവിടെ വന്നിട്ട്. ഞാൻ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അത് ചട്ടിയിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അത് നിലത്ത് നട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ വലുതായി പോവാ. അപ്പം ഞാനും അന്വേഷിച്ച് വിചാരിച്ചു അത് കുറച്ച് നമുക്ക് എത്തണ ഭാഗം വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറോ മറ്റോ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴത്തേക്കല്ലേ വളരുള്ളൂ. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഇലഞ്ഞിമരം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടനും കൂടിയിട്ട്. അതും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് ഞങ്ങൾ വേലുപ്പാടം പള്ളിക്ക് പോകുമ്പോൾ, വേലുപ്പാടം പള്ളിയല്ല, വേലുപ്പാടത്തേക്ക് പോകുമ്പോൾ ആ പള്ളിക്ക് പോണ വഴിക്ക് ഒരാളുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ സെൻറ്ററിൽ തന്നെ അത് ഉണ്ട്. അതിങ്ങനെ പരന്നിങ്ങനെ നിൽക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. അപ്പം ഞങ്ങൾ ഇലഞ്ഞി മരം മേടിച്ചിട്ട് അങ്ങനെ നട്ടിട്ട്, നമുക്ക് ഫ്രണ്ടിലൊന്നും വെക്കാൻ പറ്റില്ല, എന്നാലും പറമ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞങ്ങൾ നോക്കണത് എന്താ വെച്ചാൽ ശീമക്കൊന്നയുടെ മരത്തിൻ്റെ വേര് കിണറിൻ്റെ അവിടേക്ക് എത്തിയിരിക്കണു. അപ്പം ഞങ്ങൾ അതാണ് കേട്ടോ നോക്കണത്. അപ്പം അന്വേഷിച്ച് അത് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മൾ ചെടിയോ മരമോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര കാര്യമായിട്ട് വളരില്ല.
പക്ഷേ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പുല്ലും ആവശ്യമില്ലാത്ത മരം നമുക്ക് നാശം വരുത്തുന്ന മരമൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് വളർന്ന് വേരൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പം ഞാൻ പോയിട്ട് ഇഷ്ടൂലിക്കുള്ള നാളികേരം ഒരെണ്ണം പൊളിച്ചു കിട്ടാ. നാളികേര വെള്ളം ഞാൻ കുടിച്ചു. അപ്പം അതിന് ശേഷം നാളികേരം ചിരകാനുള്ള ചിരവുണ്ടല്ലോ, സാധാരണ എൻ്റെ നിന്നിട്ട് ചിരകണത് ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ നാക്ക് പൊട്ടിപ്പോയി. പിന്നെ ഇരുന്നിട്ട് ചിരകണതാ. അപ്പം എനിക്കിന്ന് മടിയാണ് കേട്ടോ ഇരുന്നിട്ട് ചിരകാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്തായാലും മിക്സിയിലിട്ട് അടിക്കുകയാണല്ലോ. അപ്പോൾ ഞാനത് തേങ്ങ കൊണ്ട് അല്ല കത്തി കൊണ്ട് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അടർത്തി എടുക്കുകയാണ് കേട്ടോ. കുറച്ച് പാടാണ് അരിഞ്ഞ് കിട്ടാൻ. എന്നാലും എന്താ ചെയ്യുക, മടി വന്ന് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊക്കെ മടി വരാറുണ്ടാവും, പക്ഷെ എനിക്ക് വരും മടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കസേര എടുക്കാൻ പോവാണ് കേട്ടോ, മരം വെട്ടാനേ. അപ്പം ഞാനും അന്നു ചേച്ചിയും കൂടിയിട്ട് മരമൊക്കെ വെട്ടി അതിൻ്റെ തലക്കിൽ ഒരു പ്ലാസ്റ്റിക് മൂടി കൊണ്ട് മൂടി വെച്ചു. അല്ലെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നാശമാവുമല്ലോ. അപ്പം അതും കൂടി ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇനി അതിന് താഴത്തേക്കാണ് നമ്മുടെ ഇനി അടുത്ത റംബൂട്ടാനുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കയ്യെത്തും ദൂരത്ത് വെച്ച് പൊട്ടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പം ഇതിലൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാശക്കുട്ടിക്ക് വയ്യല്ലോ. അപ്പോൾ എക്കോ ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇത്തിരി കൂടുതലാണെന്നാണ് പറയണേ. അപ്പോൾ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലാണ്ടിരിക്കട്ടെ. പിന്നെ അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ യോഗ കോഴ്സിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒക്കെ നടത്തിയ കാരണം നമുക്കത് ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ അതേ കുക്കറിൽ വിസിലൊക്കെ അടിച്ച് നമ്മുടെ ഇഷ്ടുവിൻ്റെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ചെത്തിയെടുത്ത തേങ്ങയുടെ പൂളൊക്കെ, നിങ്ങളുടെ അവിടെ തേങ്ങാപ്പൂൾ എന്ന് പറയുമോ, തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. 2 പാലൊന്നുമില്ല, പണ്ടൊക്കെ 2 പാൽ ഒഴിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം തന്നെയാണ് കേട്ടോ ഒഴിക്കുള്ളൂ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ അതിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഉപ്പ് വേണോ നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം റെഡിയായി. ഇനി അത് കുറച്ച് ഇരിക്കുമ്പോൾ ഇത്തിരി കട്ടയാവും കേട്ടോ, പ്രശ്നമില്ല. അത് കഴിഞ്ഞ് നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ നോക്കാം. നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, നല്ല പാലപ്പം കിട്ടും. എനിക്ക് പക്ഷേ പാലപ്പത്തിൻ്റെ ചട്ടി ഒന്ന് മാറ്റാറായിരിക്കണു. ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ പോലും അത് ഇത്തിരി പഴക്കമായിരിക്കണു. അപ്പം ഇനി പാലപ്പത്തിൻ്റെ ചട്ടിയും ദോശയുടെ ചട്ടിയും ഒക്കെ വാങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്ക് ഇത് അമ്മു ഇതിനിടയിൽ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അന്നു ചേച്ചിക്ക് കൊടുക്കണം. 10 മണിയായി ഏകദേശം സമയം. അപ്പോൾ അന്നു ചേച്ചിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിനിടയിൽ ഞാൻ പോയിട്ട് നമ്മുടെ ഉമ്മറം ഒന്ന് കഴുകി. കാരണം എന്താ വെച്ചാൽ സാക്ഷിക്ക് തീരെ വയ്യല്ലോ. സാക്ഷിക്ക് ഒരു ചെറിയൊരു വയറിളക്കം പോലെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കണതൊക്കെ ഇല്ലേന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ മിറ്റടിക്കണോട് കൂടിയിട്ടും പിന്നെ നമ്മുടെ ഉമ്മറൊക്കെ അടിച്ചു വാരി തുടയ്ക്കുന്നതോട് കൂടിയിട്ട് ഒരു നമ്മുടെ ഹാൻഡ് വാഷോ ഫ്ലോർ ലിക്വിഡോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകൂട്ടാ. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയി, പിള്ളേർ കഴിച്ചു. അപ്പോൾ ഞാൻ വേഗം അന്നു ചേച്ചിക്കും കൂടി ചായ കൊടുക്കട്ടെ കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ചായ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങൾ ഏട്ടൻ കൊണ്ടുവരുന്ന ബ്രൂവിൻ്റെ കുപ്പി കഴിഞ്ഞേക്കണു. അപ്പോൾ ബ്രൂ അല്ല, നെസ്കഫെ. അപ്പം ഞങ്ങളിപ്പോൾ 2 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിക്കുക. അപ്പോൾ അത് 2 3 ഇടേണ്ടി വരും. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ടേസ്റ്റാണല്ലോ. അങ്ങനെയൊക്കെ പോണു. അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ അന്നു ചേച്ചിക്ക് കൊണ്ടുകൊടുത്തിട്ട് ഞാനും കൂടി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.